നിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ഒരു തീപ്പൊരി ഒളിഞ്ഞിരിക്കുന്നു. അതിനെ ജ്വലിപ്പിക്കൂ. സ്നേഹത്തിനായി യാചിക്കേണ്ടതില്ല. നിന്റെ മൂല്യം നിന്റെ ഉള്ളിൽ തിളങ്ങുന്ന ഒരു നക്ഷത്രമാണ്. അത് മറ്റുള്ളവർക്ക് മുന്നിൽ താഴ്ത്തേണ്ട ആവശ്യമില്ല. ചാണക്യന്റെ തന്ത്രങ്ങൾ നിന്റെ ജീവിതത്തിനൊരടിത്തറവാകും. നിന്നെ ശക്തനാക്കും. നിന്റെ ആത്മാഭിമാനത്തിന് ചിറകുകൾ നൽകും. വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഇതാ 10 ശക്തമായ പാഠങ്ങൾ. നിന്റെ ഉള്ളിലെ ശക്തിയെ ഉണർത്താൻ, നിന്റെ ജീവിതത്തിനൊരു പ്രചോദനമാകാൻ. ഒന്നാമത്തെ തന്ത്രം, നിന്റെ ശക്തി നിന്റെ ഉള്ളിൽ മാത്രം തേടുക എന്നുള്ളതാണ്. ചാണക്യൻ പറയുന്നു, നിന്റെ മനസ്സിന്റെ ആഴങ്ങളിൽ ഒരു അനശ്വര ശക്തി ഒളിഞ്ഞിരിക്കുന്നു. അത് മറ്റുള്ളവരുടെ കയ്യിൽ തേടേണ്ടതില്ല. സ്നേഹം ഒരു യാചനയല്ല, അത് നിന്റെ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന ഒരു നദിയാണ്. നിന്റെ ഉള്ളിലേക്ക് ഒരു നോട്ടമെറിഞ്ഞാൽ മതി, അവിടെ നിന്റെ ശക്തിയുടെ ഉറവ പൊട്ടിയൊഴുകുന്നത് നിനക്ക് കാണാൻ കഴിയും. മറ്റുള്ളവരുടെ അംഗീകാരത്തിനായി കാത്തു നിൽക്കാതെ നിന്റെ മൂല്യം നിന്നിൽ തന്നെ കണ്ടെത്തൂ. ആധുനിക മനഃശാസ്ത്രവും ഇതിനോട് യോജിക്കുന്നു. സ്വയം സ്നേഹവും ആത്മാഭിമാനവും വളർത്തിയാൽ നിന്റെ ജീവിതം സ്വയം പൂർണ്ണമാകും. നിന്റെ ഉള്ളിലെ ശക്തി നിന്നെ നയിക്കും. മറ്റുള്ളവർക്ക് മുന്നിൽ തലകുനിക്കേണ്ട ആവശ്യമില്ല. അരിസ്റ്റോട്ടിൽ ഒരിക്കൽ പറഞ്ഞു, നിന്നെ തന്നെ അറിയുക എന്നതാണ് ജ്ഞാനത്തിന്റെ തുടക്കം. അതിനാൽ നിന്റെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കൂ. നിന്റെ ശക്തി അവിടെ കാത്തിരിക്കുന്നു നിന്നെ ഉയർത്തുവാൻ. രണ്ടാമത്തെ തന്ത്രം, അർഹതയില്ലാത്തവർക്ക് നിന്റെ സമയവും ശ്രദ്ധയും നൽകരുത് എന്നുള്ളതാണ്. ചാണക്യൻ പറയുന്നു, നിന്റെ ജീവിതം ഒരു വിലപ്പെട്ട പുഷ്പമാണ്. അതാരും അർഹതയില്ലാതെ പറിച്ചെടുക്കുവാൻ അനുവദിക്കരുത്. നിന്റെ സമയവും ശ്രദ്ധയും നിന്റെ ഹൃദയത്തിന്റെ സമ്പത്താണ്. അത് നിന്റെ മൂല്യം മനസ്സിലാക്കാത്തവർക്ക് മുന്നിൽ ചിതറിക്കരുത്. ആവശ്യമില്ലാത്തവർക്ക് നിന്റെ വാതിൽ മെല്ലെ അടയ്ക്കുക. അത് നിന്റെ ശക്തിയുടെ ആദ്യ പടിയാണ്. മനഃശാസ്ത്രം പറയുന്നു, മനസ്സിന് അതിരുകൾ വയ്ക്കുന്നത് നിന്റെ ആത്മാവിന് സമാധാനം പകരും. നിന്റെ ഹൃദയം ഒരു കോട്ടയാക്കി മാറ്റൂ. അവിടെ അർഹതയുള്ളവർക്ക് മാത്രം പ്രവേശനം നൽകൂ. എപ്പിക്ലീറ്റസ് പറഞ്ഞിട്ടുണ്ട്, നിന്റെ മനസ്സിനെ നിനക്ക് പുറത്തുള്ളവർക്ക് കീഴടക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് നിന്റെ സമയത്തിന്റെ കാവൽക്കാരനാകൂ. നിന്റെ ശക്തി അതിൽ നിന്നാണ് ഉയരുന്നത്. മൂന്നാമത്തെ തന്ത്രം, നിന്റെ മൂല്യം പ്രവൃത്തിയിലൂടെ തെളിയിക്കുക എന്നുള്ളതാണ്. ചാണക്യൻ പറയുന്നു, വാക്കുകൾ കാറ്റിൽ പറക്കും, പക്ഷേ നിന്റെ കർമ്മങ്ങൾ ഒരു പർവ്വതം പോലെ ഉയർന്നു നിൽക്കും. നിന്റെ ശക്തി നിന്റെ കൈകളിലാണ്. അതുപയോഗിച്ച് നിന്റെ ജീവിതത്തിന്റെ മൂല്യം ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടൂ. സ്നേഹത്തിനു വേണ്ടി യാചിക്കേണ്ടതില്ല. നിന്റെ പ്രവൃത്തികൾ നിന്റെ ഹൃദയത്തിന്റെ ശബ്ദമാകട്ടെ. അത് ആളുകളെ നിന്റെ അടുത്തേക്ക് ആകർഷിക്കും. മനഃശാസ്ത്രം പറയുന്നു, ആദരവ് നേടാൻ നിന്റെ പ്രവൃത്തികൾ മാത്രം മതി. വാക്കുകൾക്കപ്പുറം അത് ഹൃദയങ്ങളിലെത്തും. നിന്റെ കർമ്മങ്ങളിലൂടെ ജീവിക്കുമ്പോൾ നിന്റെ മൂല്യം സ്വയം തെളിയിക്കും. ബുക്കർ ടി വാഷിംഗ്ടൺ പറഞ്ഞു, നിന്റെ പ്രവൃത്തികൾ നിന്റെ വാക്കുകളേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുമെന്ന്. അതിനാൽ നിന്റെ കൈകൊണ്ട് നിന്റെ ജീവിതം രചിക്കൂ. അത് നിന്റെ ശക്തിയുടെ കഥ പറയും. നാലാമത്തെ തന്ത്രം, സമയം നിന്റെ ഏറ്റവും വിലപ്പെട്ട സമ്പത്താണ്. അത് പാഴാക്കരുത്. ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു, ജീവിതത്തിന്റെ ഓരോ നിമിഷവും ഒരു രത്നമാണ്. അത് സ്നേഹത്തിനായി യാചിച്ച് നഷ്ടപ്പെടുത്തരുത്. നിന്റെ സമയം നിന്റെ ഹൃദയത്തിന്റെ താളമാണ്. അത് നിന്റെ സ്വപ്നങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും മാത്രം സമർപ്പിക്കൂ. ആവശ്യമില്ലാത്തവർക്ക് വേണ്ടി അത് ചിലവഴിക്കാതെ നിന്റെ ജീവിതത്തിന്റെ കാവൽക്കാരനായി നിൽക്കൂ. മനഃശാസ്ത്രം പറയുന്നു, സമയത്തിന്റെ മൂല്യമറിഞ്ഞാൽ നിന്റെ മനസ്സിന് ശാന്തിയും ദിശാബോധവും ലഭിക്കും. നിന്റെ സമയത്തെ ഒരു കവചമായി മാറ്റുമ്പോൾ നിന്റെ ശക്തി പല മടങ്ങ് വർദ്ധിക്കും. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞു, നഷ്ടപ്പെട്ട സമയം ഒരിക്കലും തിരിച്ചു കിട്ടുകയില്ല. അതിനാൽ നിന്റെ സമയത്തിന്റെ സൂക്ഷിപ്പുകാരനാകൂ. അത് നിന്റെ ജീവിതത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കും. അഞ്ചാമത്തെ തന്ത്രം, പ്രശംസയേക്കാൾ ബഹുമാനമാണ് ശക്തിയുടെ അടയാളം എന്നുള്ളതാണ്. ചാണക്യൻ പറയുന്നു, പ്രശംസ ഒരു തെന്നലാണ്, വരും പോകും. പക്ഷെ ബഹുമാനം ഒരു വൃക്ഷമാണ്, അതിൻ്റെ വേര് ആഴത്തിൽ പോകും. നിന്റെ ജീവിതത്തിൽ ബഹുമാനം തേടൂ. സ്നേഹം അതിൻ്റെ പിന്നാലെ സ്വയം വരും. യാചനയിലൂടെ സ്നേഹം നേടേണ്ടതില്ല. നിന്റെ മൂല്യം തിരിച്ചറിയുന്നവർ നിന്നെ ആദരിക്കാൻ തുടങ്ങുമ്പോൾ ഹൃദയങ്ങൾ തുറക്കപ്പെടും. മനഃശാസ്ത്രം പറയുന്നു, ബഹുമാനമുള്ള ബന്ധങ്ങൾ മാത്രമാണ് ദീർഘകാലം നിലനിൽക്കുന്നത്. അത് നിന്റെ ശക്തിയുടെ അടിസ്ഥാനമാകും. നിന്റെ ജീവിതം ബഹുമാനത്തിന്റെ പാതയിലൂടെ നയിക്കുമ്പോൾ
നിനക്ക് യാചിക്കേണ്ട ആവശ്യമില്ല. കൺഫ്യൂഷ്യസ് പറഞ്ഞു, ബഹുമാനമില്ലാത്തിടത്ത് സ്നേഹം നിലനിൽക്കുന്നില്ല എന്ന്. അതിനാൽ ബഹുമാനത്തിന്റെ പടവുകൾ കയറൂ, നിന്റെ ശക്തി അവിടെ വളരും. ആറാമത്തെ തന്ത്രം മൗനം നിന്റെ ശക്തിയും തന്ത്രവുമാണ് എന്നുള്ളതാണ്. ചാണക്യൻ പറയുന്നു, നിന്റെ മൗനം ഒരു കടലിന്റെ ആഴമാണ്. അതിൽ നിന്റെ ഹൃദയത്തിന്റെ ശക്തി ഒളിഞ്ഞിരിക്കുന്നു. വാക്കുകൾ പാഴാക്കാതെ മൗനത്തിലൂടെ നിന്റെ മനസ്സിന്റെ ഗാംഭീര്യം കാണിക്കൂ. സ്നേഹത്തിനായി ശബ്ദിക്കേണ്ട. നിന്റെ മൗനം ഒരു കാന്തം പോലെ ആളുകളെ നിന്റെ അടുത്തേക്ക് ആകർഷിക്കും. അത് നിന്റെ ശക്തിയുടെ മുദ്രയാണ്. മനഃശാസ്ത്രം പറയുന്നു, മൗനം വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു ശക്തമായ മാർഗമാണ് എന്ന്. അത് നിന്റെ ആത്മനിയന്ത്രണത്തിന്റെ പ്രതീകമാകും. നിന്റെ മൗനത്തിൽ നിന്റെ ശക്തി തിളങ്ങുമ്പോൾ യാചനയുടെ ആവശ്യമില്ലാതാകും. മാർക്ക് ഒട്വെയിൻ പറഞ്ഞു, നിന്റെ മൗനം പലപ്പോഴും ഏറ്റവും ഉറച്ചുള്ള മറുപടിയാണ്. അതിനാൽ മൗനത്തിന്റെ മഹത്വത്തിൽ നിന്റെ ശക്തി കണ്ടെത്തൂ. ഏഴാമത്തെ തന്ത്രം നിന്റെ വികാരങ്ങൾ നിന്നെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത് എന്നുള്ളതാണ്. ചാണക്യൻ പറയുന്നു, നിന്റെ ഹൃദയം ഒരു കുതിരയാണ്. അതിനെ കടിഞ്ഞാണിട്ട് നയിക്കാൻ നിനക്കറിയണം. സ്നേഹം ഒരു ശക്തിയാകണം, ഒരിക്കലും ദൗർബല്യമാകരുത്. വികാരങ്ങളുടെ കൊടുങ്കാറ്റിൽ നിന്നെ നഷ്ടപ്പെടുത്താതെ നിന്റെ മനസ്സിന്റെ നിയന്ത്രണം നിന്റെ കയ്യിൽ സൂക്ഷിക്കൂ. അതാണ് യഥാർത്ഥ ശക്തിയുടെ ലക്ഷണം. മനഃശാസ്ത്രം പറയുന്നു, ആത്മനിയന്ത്രണം നിന്റെ ഉള്ളിലെ ശക്തിയെ ഉണർത്തും എന്ന്. അത് നിന്നെ യാചനയിൽ നിന്ന് മോചിപ്പിക്കും. നിന്റെ വികാരങ്ങളെ നിന്റെ സേവകനാക്കുമ്പോൾ നിന്റെ ജീവിതം ഒരു സമുദ്രം പോലെ ശക്തമാകും. വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞു, ശക്തി എന്നത് പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കഴിവാണ്. അതിനാൽ നിന്റെ വികാരങ്ങളുടെ അധിപനാകൂ, നിന്റെ ശക്തി അവിടെ തിളങ്ങും. എട്ടാമത്തെ തന്ത്രം നിന്റെ സന്തോഷം മറ്റൊരാളിൽ ആശ്രയിക്കരുത് എന്നുള്ളതാണ്. ചാണക്യൻ പറയുന്നു, നിന്റെ ഹൃദയം ഒരു പൂന്തോട്ടമാണ്. അതിന്റെ സൗന്ദര്യം നിന്റെ ഉള്ളിൽ നിന്ന് വിരിയണം. മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കാത്തിരിക്കരുത്. സ്നേഹം യാചിക്കേണ്ടതില്ല. നിന്റെ സന്തോഷം നിന്റെ ശക്തിയിൽ നിന്നുയരട്ടെ. നിന്റെ ജീവിതം അപ്പോൾ സ്വയം പൂർണ്ണമാകും. നിന്റെ ആനന്ദം നിന്റെ കയ്യിലാണ്. അത് മറ്റൊരാളുടെ കയ്യിൽ ഏൽപ്പിക്കാതെ സൂക്ഷിക്കൂ. മനഃശാസ്ത്രം പറയുന്നു, സ്വയം പൂർണ്ണതയാണ് യഥാർത്ഥ സന്തോഷത്തിന്റെ താക്കോലെന്ന്. അത് നിന്റെ ഉള്ളിൽ നിന്ന് മാത്രം ഉയരണം. നിന്റെ സന്തോഷത്തിന്റെ ഉറവ നിന്റെ ഹൃദയത്തിൽ തന്നെയുണ്ട്. അത് തേടി പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. സോക്രട്ടീസ് പറഞ്ഞു, സന്തോഷം നിന്റെ ഉള്ളിൽ നിന്നാണ് ഉയരുന്നത്. അതിനാൽ നിന്റെ സന്തോഷത്തിന്റെ വിത്ത് നിന്റെ ഹൃദയത്തിൽ നടൂ. അത് നിന്റെ ശക്തിയായി മാറും. ഒൻപതാമത്തെ തന്ത്രം നിന്നെ അവഗണിക്കുന്നവർ നിന്റെ വളർച്ചയ്ക്കുള്ള ഇന്ധനമാണ് എന്നുള്ളതാണ്. ചാണക്യൻ പറയുന്നു, നിന്റെ ഹൃദയത്തെ തള്ളുന്നവർ നിന്റെ ശക്തിയെ ഉണർത്തുന്നവരാണ്. അവരെ ഒരു തീപ്പൊരിയായി കാണൂ. അവഗണന ഒരു കാറ്റാണ്. അതിനെ ഉപയോഗിച്ച് നിന്റെ ജീവിതത്തിന്റെ പായ്ക്കപ്പൽ മുന്നോട്ട് നയിക്കൂ. സ്നേഹം യാചിക്കേണ്ട. നിന്റെ വളർച്ചയുടെ ശബ്ദം ആളുകളെ നിന്റെ അടുത്തേക്ക് കൊണ്ടുവരും. അത് നിന്റെ ശക്തിയുടെ തെളിവാണ്. മനഃശാസ്ത്രം പറയുന്നു, തിരസ്കരണം നിന്റെ പ്രതിരോധ ശേഷിയെ വളർത്തും. അത് നിന്നെ കൂടുതൽ ശക്തനാക്കും. നിന്നെ അവഗണിക്കുന്നവൻ നിന്റെ ജീവിതത്തിന്റെ പടവുകളാണ്. അവരിലൂടെ നിനക്ക് ഉയരാൻ കഴിയും. തോമസ് എഡിസൺ പറഞ്ഞു, പരാജയം ഒരു പുതിയ തുടക്കത്തിനുള്ള അവസരമാണ് എന്ന്. അതിനാൽ അവഗണനയെ നിന്റെ ശക്തിയുടെ ഇന്ധനമാക്കി മാറ്റൂ. നിന്റെ വളർച്ച അതിൽ നിന്നുയരും. പത്താമത്തെ തന്ത്രം നിന്റെ ജീവിതം മറ്റുള്ളവർക്കൊരു പാഠമാകണം, യാചനയല്ല എന്നുള്ളതാണ്. ചാണക്യൻ പറയുന്നു, നിന്റെ ജീവിതം ഒരു വിളക്കാണ്. അത് സ്വയം പ്രകാശിക്കട്ടെ. മറ്റുള്ളവരുടെ തിരുനാളത്തിനായി കാത്തു നിൽക്കേണ്ടതില്ല. സ്നേഹം യാചിക്കേണ്ട. നിന്റെ ജീവിതത്തിന്റെ മഹത്വം ആളുകളെ നിന്റെ അടുത്തേക്ക് ആകർഷിക്കും. നിന്റെ ശക്തി അവിടെ തിളങ്ങും. നിന്റെ ഓരോ ചുവടും ഒരു പാഠമാകണം. അത് ലോകത്തിന് പ്രചോദനമായി മാറണം. മനഃശാസ്ത്രം പറയുന്നു, യാഥാർത്ഥ്യത്തോടെ ജീവിക്കുന്നവർ മറ്റുള്ളവർക്കൊരു മാതൃകയായി മാറുമെന്ന്. അത് നിന്റെ ശക്തിയുടെ അടയാളമാണ്. നിന്റെ ജീവിതം ഒരു കഥയാകുമ്പോൾ യാചനയുടെ ആവശ്യമില്ലാതാകും. മഹാത്മാഗാന്ധി ഒരിക്കൽ പറഞ്ഞു, നിന്റെ ജീവിതം തന്നെ നിന്റെ സന്ദേശമായി മാറണമെന്ന്. അതിനാൽ നിന്റെ ജീവിതത്തെ ഒരു മഹാകാവ്യമാക്കൂ. നിന്റെ ശക്തി ലോകത്തിന് വെളിച്ചമാകും. വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഏവർക്കും പ്രയോജനപ്രദമായി തീർന്നു എന്ന് കരുതുന്നു. വീഡിയോ കണ്ട ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.